എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഇന്ന് രാവിലെ ആയിരുന്നു പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്നത്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ അന്തിമ റാങ്ക് ലിസ്റ്റും ആദ്യ അലോട്ട്മെൻറ്റ് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നത് ഉച്ചയ്ക്ക് 2 മണി വരെ നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ളത് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചയ്ക്ക് ആയിരിക്കും ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. നിങ്ങൾ മുമ്പ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് നൽകി പിന്നീട് നിങ്ങളുടെ ആ ഒരു ബർത്ത് ഡേറ്റ് കൂടി, അതായത് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകിയ ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അഡ്മിഷൻ നേടുകയോ ചെയ്യേണ്ടതാണ്. റിപ്പോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പോയിട്ട് താൽക്കാലിക അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികൾ കോളേജിൽ നേരിട്ട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട്, ഡോക്യുമെൻറ്റ്സ് ഒന്നും അവിടെ കൊടുക്കേണ്ടതില്ല എങ്കിലും നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ താൽക്കാലികമായിട്ടാണ് അഡ്മിഷൻ നേടുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ അത് അടുത്തുള്ള ആ ഒരു പോളിടെക്നിക് കോളേജിൽ, അത് ഏതെങ്കിലും പോളിടെക്നിക്കിൽ പോയാൽ മതി. അപ്പോൾ ആ ഒരു പോളിടെക്നിക്കൽ കോളേജിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ താൽക്കാലികമായിട്ടാണ് അഡ്മിഷൻ നേടുന്നത്, സ്ഥിര അഡ്മിഷൻ നേടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ താൽക്കാലികമായിട്ട്, അതായത് ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ആ ഒരു പോളിടെക്നിക്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യും, അതായത് അവരുടെ സോഫ്റ്റ്വെയറുമായി റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു സീറ്റ് കൺഫേം ആവും. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലുള്ള മറ്റ് കാര്യങ്ങളും എടുത്തുകൊണ്ട് നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 4 തീയതി വരെയാണ് ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷനും അതുപോലെ ടെമ്പററി അഡ്മിഷനും നേടാൻ സാധിക്കുക. ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യം ലഭിച്ച ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടാൻ സാധിക്കും എന്നുള്ളത് എന്നാണ് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ കൊണ്ടുള്ള ഗുണം. അതേസമയം നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നുള്ള കാര്യം കൊണ്ടാണ് നിങ്ങളോട് ടെമ്പററി അഡ്മിഷൻ എടുക്കണം എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഇതേ രീതിയിൽ റിപ്പോർട്ടിങ്ങും ജോയിനിങ്ങും ഒക്കെയുണ്ട്. അതിനുശേഷം പിന്നീട് നിങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ 18 തീയതിയാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു ജില്ലാതലത്തിലുള്ള പോളിടെക്നിക് കോളേജുകളിൽ വെച്ച് അതായത് ജില്ലാതല സ്പോട്ട് അഡ്മിഷനുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലും പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കോഴ്സുകളിലേക്കൊക്കെ മാറുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് സ്പോട്ട് അഡ്മിഷനുകളാണ് നടക്കുക. അതായത് ഒന്ന് ജില്ലാതലത്തിൽ എല്ലാ പോളിടെക്നിക് കോളേജുകളിലേക്ക് വേണ്ടിയിട്ടും നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്നത്, രണ്ടാമത്തേതും മൂന്നാമത്തേതും അതത് നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വെച്ച് നടക്കുന്ന സ്പോട്ട് അഡ്മിഷനുകളാണ് അടുത്തതായിട്ട് പിന്നീട് വരുന്നത്. അപ്പോൾ ഓരോ സ്പോട്ട് അഡ്മിഷനെയും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റുകൾ കറക്റ്റായിട്ട് വെബ്സൈറ്റിൽ ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ 4 തീയതി വരെയാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് ജൂലൈ 10 തീയതി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ജൂലൈ 10 ശേഷം ജൂലൈ 17 തീയതി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്നതിനുള്ള, അതായത് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷന് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് എടുക്കേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അതിനായിട്ട് വിദ്യാർത്ഥികൾ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാൻ ഓൾറെഡി ഈ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുത്തത് കൊണ്ട് എനിക്ക് ഓട്ടോമാറ്റിക്കലി അത് ആ ഒരു ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു ലിങ്കാണ് വരിക. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു പ്രോസ്പെക്ടസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ആ ഒരു ലിങ്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് വീണ്ടും അതിവിടെ ടച്ച് ചെയ്തത് കൊണ്ടായിരുന്നു അത് വീണ്ടും പോയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ പ്രോസ്പെക്ടസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെയായിട്ട് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഇത് ആ ഒരു അലോട്ട്മെൻറ്റ് ഡേറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇവിടെ അതായത് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ പ്രൊസീജിയർ ഓഫ് അഡ്മിഷൻ, ഫീസ്, ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ 27ാമത്തെ പേജിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ജസ്റ്റ് നമുക്ക് ആ ഒരു പേജിലേക്ക് നോക്കാം. അപ്പോൾ 27ാമത്തെ പേജ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ 27ാമത്തെ പേജിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് അഡ്മിഷന് വേണ്ടത് എന്നിങ്ങനെക്കുറിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം പല വിദ്യാർത്ഥികളും അഡ്മിഷനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് 27ാമത്തെ പേജ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ റിക്വയർഡ് ഫീസ് വേണം. അത് എത്ര രൂപയാണ് ഫീസ്, ആ ഒരു ഫീസ് വേണം. അത് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ കറക്റ്റായിട്ട് എത്ര രൂപയാണ് ഫീസ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഓൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ്, കമ്മ്യൂണിറ്റി, അതുപോലെ ഇൻകം, EWS, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, അത് PWD കോട്ടയുള്ളവർക്കാണ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടത്, എക്സെട്ര. ഇതുപോലുള്ള നിങ്ങൾക്ക് വല്ല സ്പെഷ്യൽ റിസർവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതിൻ്റെ ആ ഒരു സ്ലിപ്പ് ആവശ്യമാണ്. അതായത് കാൻഡിഡേറ്റ് ഷാൽ സബ്മിറ്റ് ദ ഡോക്യുമെൻറ്റ്സ്, റെമിറ്റ് ഫീസ് ആൻഡ് റിസീവ് ദ അഡ്മിഷൻ സ്ലിപ്പ് ആൻഡ് റെസിപ്റ്റ് ഫോർ ഡോക്യുമെൻറ്റ് സബ്മിറ്റഡ് ആൻഡ് ഫീസ്. അതായത് വിദ്യാർത്ഥികൾ ഈ ഒരു ഫീസും ഫീസ് അടച്ചതിൻ്റെ റിസീപ്റ്റും അതുപോലെ തന്നെ അഡ്മിഷൻ എടുത്തതിൻ്റെ സ്ലിപ്പും ഒക്കെ നിങ്ങൾ കോളേജിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് 8.1 അതിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ക്ലോസ് നോക്കിയേക്കാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അത് നിങ്ങൾക്ക് SSLCയോ അല്ലെങ്കിൽ THSLCയോ അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിലോ നിങ്ങളുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കാനായിട്ട് SSLC അല്ലെങ്കിൽ THSLC അല്ലെങ്കിൽ ഇക്വലൻ്റ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഒറിജിനലാണ് എല്ലാത്തിനും വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ VHSC കാറ്റഗറി ആണെങ്കിൽ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഓഫ് VHSC സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാലാമതായിട്ടുള്ളത് നിങ്ങളുടെ ബോണസ് പോയിൻ്റ് ഇൻ കേസ് ഓഫ് കാൻഡിഡേറ്റ് ബിലോങ് ടു ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് ഓഫ് വയനാട്. നിങ്ങൾ വയനാട്ടിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആൻഡ് സെൽഫ് ഡിക്ലറേഷൻ വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവസാനമായിട്ട് കേരളത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന, അതായത് നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള where the candidate had undergone his or her study continuously for 5 years and സെൽഫ് ഡിക്ലറേഷൻ. അതായത് നിങ്ങൾ കേരളത്തിലാണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ആ ഒരു 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു സെൽഫ് ഡിക്ലറേഷനും നിങ്ങൾ അവസാനമായിട്ട് പഠിച്ച ആ ഒരു ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നിട്ടുള്ള സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫ്രം ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ ദ കാൻഡിഡേറ്റ് ഹാഡ് അണ്ടർഗോൺ ഹിസ് ഓർ സ്റ്റഡീസ്. അതായത് നിങ്ങൾ 8 മുതൽ 10 വരെ വയനാട് ജില്ലയിലാണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. അത് അനക്സ്റ്റർ എയിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. അനക്സ്റ്റർ ജസ്റ്റ് ഇതിൽ കൊടുത്തിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പോളി വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ ആ ഒരു ഭാഗം കൊടുത്തിട്ടില്ല. അത് പോളി വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു പോർഷൻസിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നും അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് പോകാം. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ളത്. അപ്പോൾ അടുത്തതായിട്ടുള്ളത് നിങ്ങൾ കേരളൈറ്റാണ് എന്ന് തെളിയിക്കുന്ന ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റാണ്. കേരളൈറ്റാണ് എന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിലാണ് എന്നുള്ളത് തെളിയിക്കുന്ന ആ ഒരു പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിൽ ഉള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ പാസ്പോർട്ട്, ഇവയിൽ നിങ്ങളുടെ ജന്മസ്ഥലം കേരളത്തിൽ ആണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ആവശ്യമായിട്ടുള്ള SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതായത് ഡേറ്റ് ഓഫ് പ്ലേസ്, അതായത് പ്ലേസ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ആവശ്യമായിട്ടുള്ള
ആ ഒരു SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു പാസ്പോർട്ട് അതുപോലെ തന്നെ നാറ്റിവിറ്റി ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കോപ്പി നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസർ നൽകുന്ന ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ EWS കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ തഹസിൽദാർ ഇഷ്യൂ ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/BC OEC കാറ്റഗറിയിലുള്ള, അതായത് SC/BCയിലും അതുപോലെ OECയിലുമാണ്, പക്ഷേങ്കിൽ ഇൻ്റർകാസ്റ്റ് ചെയ്തവരുടെ മക്കളാണ്, അതായത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ OECയോ അല്ലെങ്കിൽ SC/BC വിഭാഗത്തിൽ, അതായത് OBC ഒക്കെ SC/BCയിലാണ് വരുന്നത്, അവർ തമ്മിൽ ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരുടെ ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവരുടെ, അതായത് ആ ഒരു റിസർവേഷൻ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങൾക്ക് തഹസിൽദാർ ഓഫീസിൽ നൽകുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളിൽ, അതായത് നിങ്ങളുടെ മാതാപിതാക്കൾ ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവർ ആണെങ്കിൽ നിങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ഫ്രം റവന്യൂ ഓഫീസ് ആൻഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻ നെയിം ഓഫ് കാൻഡിഡേറ്റ് ഇഷ്യൂഡ് ബൈ തഹസിൽദാർ എന്നുള്ളതാണ് വേണ്ടത്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിസർവേഷൻസ് ഉള്ളവർ ഒരു സ്പെഷ്യൽ റിസർവേഷൻ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു മെഡിക്കൽ ബോർഡ്, ജില്ലാ മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് ട്യൂഷൻ ഫീ വേരിയർ സ്കീം, എക്കണോമിക്കലി ബാക്ക്വേർഡ് കാറ്റഗറീസ് ഉള്ളവർ ആണെങ്കിൽ വാലിഡ് ഇൻകം സർട്ടിഫിക്കറ്റ് ആൻഡ് കൺസേൺഡ് വില്ലേജ് ഓഫീസർ എഫേർട്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള, അതായത് നിരവധി ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.